വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 5 മുതൽ 12 വരെ. ഒരിക്കൽ യേശു ഗലീലാ തടാകത്തിന് അക്കരെ പോയപ്പോൾ ശിഷ്യന്മാർ അപ്പമെടുക്കുവാൻ മറന്നുപോയിരുന്നു. യേശു അവരോട്, നോക്കുവിൻ, പരീശരുടെയും സാധുക്കളുടെയും പുളിപ്പ് സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പമെടുക്കാത്തതിനാലാണ് യേശു ഇങ്ങനെ പറഞ്ഞതെന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു. അതറിഞ്ഞ് യേശു അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമെടുക്കാത്തതിനാലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 5 അപ്പം 5000 പേർക്ക് കൊടുത്തതും എത്ര കുട്ടയപ്പം മിച്ചമെടുത്തെന്നതും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര കുട്ടയപ്പം മിച്ചമെടുത്തെന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ? പരീശരുടെയും സാധുക്കളുടെയും പുളിപ്പ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല നിങ്ങൾ ഗ്രഹിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പരീശരുടെയും സാധുക്കളുടെയും ഉപദേശമല്ലാതെ അപ്പത്തിന്റെ പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവാനില്ല അവൻ പറഞ്ഞെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ശ്രീവായ്ക്ക് ശേഷമുള്ള 2-ാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാവം കുരിശുകൾ വരുന്ന വഴി, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴി, കുരിശെടുത്ത് കീടം പ്രാപിക്കേണ്ടതായ ആ വഴി എന്താണെന്നൊക്കെയും കർത്താവ് നമ്മളെ മാതൃക കാണിക്കുകയാണ്. മറവി, അല്പവിശ്വാസം, മനസ്സിലാക്കാനുള്ള കഴിവുകേറ്, ഇവയെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ധ്യാനബന്ധങ്ങളെല്ലാം കുരിശുണ്ടാക്കും. അതിന് മധ്യത്തിൽ യേശു വേല തികച്ചു പോയി. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെയോ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ മറവികൾ, അല്പവിശ്വാസങ്ങൾ, മനസ്സിലാക്കാനുള്ള കഴിവുകേറ്, മിഥ്യാബോധങ്ങൾ ഇവ ഉണ്ടാക്കിയ കുരിശിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിന്റെ മധ്യത്തിൽ വേല തികച്ച് ഉയർപ്പിന്റെ അനുഭവത്തിലെത്തുവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ള ബോധത്തോടെ ഇന്നത്തെ ഈ വർഷത്തെ കുരിശുകൾക്ക് സ്തോത്രം പറഞ്ഞ് അതിനെ കിരീടമാക്കുവാൻ നമുക്കുണ്ടായ എല്ലാ അമർഷങ്ങളും കോപങ്ങളും മിഥ്യാബോധങ്ങളും എല്ലാം മാറ്റി യേശുവിന്റെ പാതയിൽ പോയി സ്വർഗരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്കുള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിക്കുവാനിടയാകട്ടെ. ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യമേത്തിന്റെ ഉണ്ടായിരിക്കുകയാണ്. ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ആ ഭാഗ്യകരമായ അവസരത്തിൽ നമുക്ക് കർത്താവിന് നന്ദി പറയാം. നിന്ദ്യമായിരുന്ന ശ്ലീവായെ വന്യമാക്കി തീർത്ത കർത്താവിന്റെ സഹനങ്ങൾ, കർത്താവിന്റെ ദൈവവചനപ്രകാരമുള്ള പിതാവിന്റെ നിയോഗപ്രകാരമുള്ള വേലകൾ തികച്ചപ്പോൾ തനിക്കുണ്ടായതായ എല്ലാ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും രക്ഷാകരമായി തീർന്ന കാര്യം ഓർത്ത് കുരിശിന് ജീവനും ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന ഉള്ള കാര്യം കണ്ടെത്തിയതായ ഒരു ചരിത്ര സംഭവം ഓർക്കാൻ വേണ്ടിയാണ് ശ്ലീവാ പെരുന്നാൾ ഉണ്ടായത്. സെപ്റ്റംബർ 14-ാം തീയതി ശ്ലീവാ പെരുന്നാൾ ഒരു രാജാവിനും രാജാവിന്റെ കുടുംബത്തിനും ശ്ലീവായുടെ അടയാളവും ജീവിതവും ജീവിപ്പിക്കുന്നതും വിജയകരമായി തീർന്നത് എല്ലാ സഭാംഗങ്ങൾക്കും ലഭിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാർ വെച്ചിരിക്കുന്ന ഒരു പെരുന്നാളാണ് ശ്ലീവാ പെരുന്നാൾ. അതിനുശേഷമുള്ള 2-ാം ഞായറാഴ്ച ഏതെല്ലാം തരത്തിലുള്ള കുരിശുകളെയാണ് നമ്മൾ ജീവിതവും ജീവിപ്പിക്കുന്നതും ആക്കേണ്ടത്. കുരിശിന്റെ അനുഭവം നമുക്ക് ആദ്യം മരണവും നിരാശയും വേദനയും അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ദൈവവചനപ്രകാരം ദൈവനിയോഗപ്രകാരം അതിനെ സഹിക്കാമെങ്കിൽ അത് ജീവനവും ജീവിപ്പിക്കുന്നതും ആകുമെന്നുള്ളതാണ് ചരിത്ര സത്യം. കർത്താവിന്റെ ജനനം മുതൽ തനിക്ക് കുരിശുണ്ടായിരുന്നു, ലോകാരംഭം മുതലേ ഉണ്ടായിരുന്നു എന്ന് വേറൊരു പ്രവചനമുണ്ട്. ലോകാരംഭത്തിലെ കൊരളറക്കപ്പെട്ട കുഞ്ഞാടെന്ന യേശുവിന്റെ പേരുണ്ട്. ലോകം ആരംഭിച്ചപ്പോൾ മുതലേ പുത്രന് കുരിശുണ്ട്. ലോകത്തിന്റെ പാപവും ശാപവും വഹിക്കുന്ന ജോലി പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്, ഈ ലോകം നിലനിൽക്കുന്നത്. അത് ചരിത്രത്തിൽ ശരീരം ധരിച്ചപ്പോൾ ശരീരത്തിൽ ആ വേദന വിടുന്താൻ സഹിച്ചു. അതെല്ലാം രക്ഷാകരമാക്കി എന്നുള്ളതാണ് നമുക്ക് എല്ലാ കഷ്ടനഷ്ടങ്ങളുടെയും ലാഭകരമായ രക്ഷാകരമായ വശം തിരിച്ചറിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ അത് വഹിക്കാൻ കഴിയും എന്നാണ് ഈ ചരിത്ര സംഭവങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തെങ്കിൽ ഇപ്പോഴും കുരിശ് തീർന്നിട്ടില്ല. കർത്താവിന്റെ ആ മുറിഞ്ഞ ആണിപ്പാടുകൾ ഇപ്പോഴും അത് സൗഖ്യമാകാതെ വേദനയോടെ ഇരിക്കുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തിനാണ്? സഭയുടെ അവസാനത്തെ രക്ഷപ്പെടേണ്ട ആത്മാവും കൂടെ പ്രാണനും കൂടെ രക്ഷപ്പെട്ട് ചെല്ലുന്നവരെയും കർത്താവിന്റെ മുറിവുകൾ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. കർത്താവിന്റെ മുറിവുകളിൽ കൂടെ ഒഴുകിയതായ രക്തം നമ്മളെ വീണ്ടെടുത്ത് തിരികെ കർത്താവിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിട്ട് മാത്രമേ ആ മുറിവുകൾ അടയ്ക്കുകയുള്ളൂ. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണ് ആ മുറിവുകൾ, നമ്മളെ ഉള്ളിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി
നമ്മുടെ ആത്മാക്കൾ അവന്റെ കയ്യിലായിരുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ ആത്മാവിനോട് ചേരേണ്ട പ്രാണനും ശരീരവും അകന്നു കിടക്കുന്നതിലും കാലം കർത്താവിന് വേദന തന്നെയാണ്. തലയോട് ചേരേണ്ട ഉടലെ ദൂരെ മാറിക്കിടക്കുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റ് സ്വദാനം ചെയ്തിരിക്കുന്ന തലയായ ക്രിസ്തുവിനെ തന്റെ ഉടലിൽ തന്നോട് ചേരാത്തതിന്റെ വേദനയുമായി ഇപ്പോഴും ഇരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനോട് ചേരാൻ കൊള്ളാവുന്ന ഉടലായി നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് തന്റെ കല്യാണ മണ്ഡപത്തിൽ എത്തിയാൽ കർത്താവിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ കൂടാതെ കർത്താവിനൊരു അസ്വസ്ഥതയുണ്ട്, കർത്താവിനെ കൂടാതെ നമുക്കും അസ്വസ്ഥതയുണ്ട്. ഈ രണ്ട് അസ്വസ്ഥതയും സൃഷ്ടിപരമാണ്. നമ്മൾ കർത്താവിൽ ഒന്നാകാൻ വേണ്ടി അസ്വസ്ഥത നല്ലതാണ്. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്കുള്ള അസ്വസ്ഥതകൾ അവരെ ഒന്നാക്കാൻ വേണ്ടിയാണ്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ കാണുന്നവന്മാർ ഭാര്യയ്ക്ക് പറയാം, അച്ഛൻ ജോലിക്ക് പോയിക്കുക, വരുമോ, എപ്പം വരും, അപകടം വല്ലതും പറ്റിയോ, എപ്പം വരും എന്ന് വിചാരിച്ച ആ അകൽച്ച, ശാരീരികവും മാനസികവും ആത്മീയമായ അകൽച്ചകൾ എപ്പോഴും വേദനയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയ്ക്കും കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അത് അസ്വസ്ഥതയാണ്. മക്കളുമായിട്ടുള്ള അകൽച്ച, മക്കളുടെ അകൽച്ച, ഇതൊക്കെയും വേദനയാണ്. അതുമാത്രമല്ല, മാനസികമായ അകൽച്ചകളാണ് ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം. ഒരുമനപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പല മനസ്സോടെ പല തട്ടിൽ നിന്നുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു കുരിശാണ്. ഇതെല്ലാം കർത്താവ് സഹിച്ചു. ലോകാരംഭം മുതൽ കർത്താവ് തന്റെ മനസ്സിൽ, തന്റെ ഹൃദയത്തിൽ വേദന സഹിച്ചു. ബേത്ലഹേമിൽ ഒരു ദരിദ്രനായി പാറപ്പൊത്തിൽ ജനിച്ച് പുൽക്കൂട്ടിലേക്ക് മാറ്റപ്പെട്ട് കൊതുകടിയും കൊണ്ട് അവിടെ കിടന്ന് മനുഷ്യജാതി രക്ഷിക്കാൻ വേണ്ടി സമ്പന്നനായ ദൈവം ദരിദ്രനാകേണ്ടി വന്നത് മറ്റൊരു കുരിശ്. ഇങ്ങനെ കർത്താവിന്റെ ലോകാരംഭം മുതൽ ലോകാവസാനം വരെ കുരിശുണ്ടായിരിക്കും. തലയോട് ചേരുന്ന ഉടലായിരിക്കും നമുക്കും ആ കുരിശിന്റെ ഒരു പങ്ക് വേണം. കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ട് പൂരിപ്പിക്കാൻ കുറെ ഇട്ടിട്ടുണ്ടെന്നുള്ള ബോധത്തിൽ അത് സന്തോഷത്തോടെ വഹിച്ചാൽ നമുക്ക് സഹിച്ചു കൂടെ വാഴാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യാശ. കൂടെ സഹിച്ചാൽ കൂടെ വാഴാം. സഹിക്കുന്നതിന് പകരം ഇട്ടേച്ചു പോവുകയാണെങ്കിൽ, വെറുക്കുകയാണെങ്കിൽ തള്ളപ്പെടേണ്ടി വരും, നമ്മൾ മുറിക്കപ്പെടേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കുന്നു. ശരീരത്തിന്റെ അവയവമായിട്ട് മുറിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതായ ശരീരം, ആരോഗ്യമുള്ള സുന്ദരമായ ശരീരം, ഏതെങ്കിലും കാരണവശാൽ രോഗം ബാധിച്ച് പൊറുക്കാൻ നിവൃത്തിയില്ലാത്തതായ മുറിവുകളും പഴുപ്പുകളും ഒക്കെ ആയി വന്ന് ചിലപ്പോൾ ചില അവയവങ്ങൾ മുറിച്ചു കളയേണ്ടതായിട്ട് വരുന്നു. കൈയും കാലും കൈയൊക്കെ പല അവയവങ്ങളും മുറിച്ചു കളയേണ്ടി വരുന്നത് നിവൃത്തിയില്ല. ബാക്കിയുള്ള ആ ശരീരത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടിയാണ് ചിലത് മുറിച്ചു കളയുന്നത്. ക്യാൻസർ രോഗം വന്ന് പല അവയവങ്ങൾ മുറിക്കപ്പെട്ടവർ ഈ കൂട്ടത്തിലും കണ്ടേക്കാം. അത് ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാവമെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കടുങ്കൈയാണത്. ഇതുപോലെ മാമോദീസായിൽ നമ്മൾ യേശുവിനോട് ചേർന്നവരാണ്. പക്ഷെ യേശുവിനോട് ചേർന്നെങ്കിലും വളർച്ച പൂർത്തിയാകാതെ ഇടയ്ക്ക് ക്യാൻസർ പിടിച്ച് മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളവരുമുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ ആകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യൂദോസ് അറിയാത്ത ക്യാൻസർ പിടിച്ച് മുറിഞ്ഞു പോയ ആളാണ്. പിന്നെ അതിനുപകരം മത്യാസിനെ പ്ലാസ്റ്റിക് സർജറി നടത്തി കൂട്ടിച്ചേർക്കേണ്ടി വന്നു. എന്താ അപ്പൊ അങ്ങനെ ചില അവയവങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞൊരു സർജറി ഉണ്ട്. കൃത്രിമമായിട്ട് ആ മുറിവുകളും ചതവുകളും എല്ലാം മാറ്റി പിന്നെ മിനുക്കി ഭംഗിയാക്കുന്ന പരിപാടി. ഇങ്ങനെ യൂദാക്കോട്ടായിൽ വീണുപോകുന്നവരുടെ ആ പോസ്റ്റിലേക്ക് കർത്താവ് വീണ്ടും പുതിയ ആളുകളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും പ്രത്യാശയ്ക്ക് വക നൽകട്ടെ. ഇതെല്ലാം കൃപായുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാ ദിവസവും എല്ലാ കാലത്തും നമുക്ക് കുരിശുണ്ടായിരിക്കും. അത് ആത്മീയവും മാനസികവും ശാരീരികവുമായിരിക്കും. പക്ഷെ ആ കുരിശുകളെ നമുക്ക് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി വരുന്ന തലമുറയ്ക്കും കഴിഞ്ഞ തലമുറയുടെ ശാപം തീർക്കാനത് ഉപയോഗിക്കാം. ഇന്നത്തെ നമ്മുടെ കുരിശിനുള്ള 3 ഉപയോഗം: നമ്മുടെ ഇന്നത്തെ പ്രാണൻ രക്ഷിക്കാൻ കൊള്ളാം, നമ്മുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പ്രാണനെ വീണ്ടെടുക്കാനത് കൊള്ളാം, വരുന്ന തലമുറയ്ക്ക് അനുഗ്രഹം കിട്ടാൻ അങ്ങോട്ട് ശാപം പോകാതിരിക്കാനും കൊള്ളാം. ഇങ്ങനെ 3 കാലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് കുരിശിന്റെ നേട്ടങ്ങൾ. അങ്ങനെ യേശു എടുത്ത കുരിശും നമ്മളെടുക്കേണ്ട കുരിശും ഇങ്ങനെ സഭയാകുന്ന ശരീരത്തിന്റെ കഴിഞ്ഞതും ഇപ്പോഴത്തേതും വരാനിരിക്കുന്നതുമായ ആ അവസ്ഥകൾക്ക് പ്രയോജനകരമാണെന്നുള്ള ഉൾക്കാഴ്ചയിൽ നമുക്ക് സന്തോഷത്തോടെ സഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് കുരിശ് അത്യാവശ്യമാണ്. ആഹാരം അത്യാവശ്യമായിരിക്കുന്ന പോലെ തന്നെ കുരിശും അത്യാവശ്യമാണ്. ആഹാരം അത്യാവശ്യമായതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന അടുക്കള ആവശ്യമായിരിക്കുന്ന പോലെ തന്നെ നാൾതോറും യേശുവിന്റെ കൂടെ എടുത്തുകൊണ്ട് പോകാൻ കുരിശ് അത്യാവശ്യമായിട്ട് കുരിശുണ്ടാക്കുന്ന ഒരു ഫാക്ടറി അത്യാവശ്യമാണ്. അടുക്കള പോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കുരിശ് ഫാക്ടറി. എന്താ കുരിശില്ലാതെ വന്നാൽ സംഗതി കുഴയും. ക്രിസ്തുദീനോസ് രാജാവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മറ്റൊരു അപകടം, അതുവരെ ഉണ്ടായിരുന്ന കുരിശുകൾ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതാക്കി തീർത്തു. രാജാവിന്റെ ആജ്ഞയൊക്കെ ക്രിസ്ത്യാനികളായാലൂടെ അതുകൂടെ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര സ്ഥാനവും മാനവും ബഹുമാനവുമായി.
രാജ്യത്തിലെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു. അങ്ങനെ അവരെ ആദരിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് പീഡയില്ലാതായി, അവർക്ക് കുരിശില്ലാതായി. അതോടുകൂടെ അവർ ജഡീകരും പ്രാകൃതരും അസൂയക്കാരും അത്യാഗ്രഹികളുമായിട്ടങ്ങ് മാറി. അപ്പോൾ സഭ കുരിശില്ലാത്ത അവസ്ഥയിൽ ചീർത്ത് വീർത്ത് പൊറുങ്ങിച്ച് വൃത്തികേടായിപ്പോയി. എന്താ? അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മള് ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപയെ കുരിശിക്കുന്നതിന് പറ്റിയതായ കഷ്ടതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന വലിയൊരു ഭാഗ്യമാണ്. അതില്ലാതെ വന്നാൽ ചീർക്കുകയും വീർക്കുകയും പൊറുങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് മഹാവൃത്തികേടാണ്. ഇതല്ല സൗന്ദര്യത്തെ ബാധിക്കുന്ന ചീർപ്പും വീർപ്പും പൊറുങ്ങലും ഒക്കെ. ശരിയായ ആരോഗ്യത്തിൽ പോകണമെങ്കിൽ നല്ലവണ്ണം അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ഉറക്കളയ്ക്കണം, നടക്കണം. ഇതൊക്കെ ഇതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ കർത്താവിനെ അനുഗമിക്കേണ്ടവർക്ക് നാൾതോറും കുരിശ് വേണമെന്ന് പറയുന്നതുകൊണ്ട് നാൾതോറും കുരിശുണ്ടാക്കാൻ പറ്റിയ ആളുകളെ കർത്താവ് കരുതിയിരിക്കും. അതിന് നന്ദി പറയണം. നന്ദി പറയുമോ? ഈ ആവശ്യബോധമുള്ളവർക്കേ നന്ദി പറയാനൊക്കെ ഉള്ളൂ. കർത്താവ് എനിക്കൊരു അടുക്കള മാത്രമല്ല കുരിശ് ഫാക്ടറിയും കൂടെ വേണം. എന്നും കുരിശുണ്ടാക്കി തരാൻ പറ്റിയ ഭാര്യയോ ഭർത്താവോ മക്കളോ മരുമക്കളോ അയൽവക്കക്കാരോ ജോലിക്കാരോ ഉള്ളത് വലിയ ഭാഗ്യമാണ്. എന്താ? അന്നത്തെ പ്രാണനെ കർത്താവിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കുരിശെടുത്ത് നമ്മളിന്ന് വേദനയോടെ വേർപെടുന്ന പ്രാണൻ യേശുവിന് വേണ്ടിയാണ് കളയുന്നെങ്കിൽ അത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാനത്തിരിക്കുന്ന യേശുവിന്റെ മാറിൽ ചെന്ന് ചേർന്ന് അവിടെ വിശ്രമിച്ചോളൂ. പിന്നെ കല്യാണത്തിന്റെ അന്ന് മണവാട്ടിയായി മാറുന്നവർ നല്ല സുഖം അവിടെ കിടന്നോളൂ. കർത്താവ് ആദ്യത്തെ ആദാമിന്റെ മാറിൽ ഹൗവ ഭാര്യയില്ലായി ഒളിച്ചിരുന്നതുപോലെ നമുക്ക് കർത്താവിന്റെ കല്യാണത്തിന് മുമ്പ് സ്വർഗീയ മണവാളനായ ഒടുക്കത്തെ ആദാമായ യേശുവിന്റെ മാറിൽ ഒളിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം അവിടെയുണ്ട്. എത്രയും വേഗം ഒളിച്ചിരിക്കേണ്ടത് പോയി ഒളിച്ചിരുന്നു കല്യാണ ദിവസം പ്രത്യക്ഷപ്പെടാം. വേണമെങ്കിൽ കർത്താവ് പോയ വഴിയേ പോകണം. എല്ലാ ദിവസത്തെയും പ്രാണക്കുട്ടികൾക്ക് കുരിശെടുക്കാൻ കുരിശുണ്ടാക്കുന്ന ഒരാവശ്യമുണ്ട്. അപ്പൊ കുരിശ് വേണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ സ്വയബോധവും പരബോധവും ദൈവബോധവും ഇല്ലാത്തവർക്ക് കുരിശുണ്ടാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവർ കേൾക്കെ പ്രാർത്ഥിക്കുകയും വേണം. കർത്താവ് ഇവർ ചെയ്യുന്നതും പറയുന്നത് എന്താ അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ചിലരെങ്കിലും മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വിട്ടും മാനസാന്തരം മതിയില്ല. എല്ലാവരും മാനസാന്തരപ്പെട്ടാൽ കുരിശ് ഫാക്ടറി പൊട്ടിപ്പോവും. എല്ലാവരും മാനസാന്തരപ്പെടാൻ പാടില്ല. അത് നമുക്ക് കിട്ടേണ്ട കുരിശെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ബോധം വരാവൂ. ചിലർക്ക് നമ്മൾ മരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആരായെന്ന് മനസ്സിലാക്കാവൂ. ചിലർക്ക് അത്യാവശ്യത്തിന് വേണ്ടി മനസ്സിലാക്കുന്നു നല്ലതാണ്. ഏതായാലും കർത്താവിനോട് നിൽക്കാൻ ഒരു ശിഷ്യം വേണമായിരുന്നു. യോഹന്നാൻ അത് സാധിച്ചു, ബാക്കിയുള്ളവർക്ക് ഇട്ടേച്ചു പോയി. അതൊരു കുരിശായിരുന്നു. കർത്താവിനെ കുരിശിക്കാൻ വന്ന സാധു ആ പരീശൻ അല്ലെങ്കിൽ ആ ശതാധിപൻ കർത്താവിന്റെയും പ്രതികരണങ്ങൾ കണ്ടപ്പോൾ ഇവൻ കുറ്റക്കാരനല്ല, ഇവൻ ദൈവപുത്രനാണ്, ഇവൻ രക്ഷിതാവാണ്, ഇത് മനുഷ്യജാതിക്ക് വേണ്ടിയാണ് ഇവൻ ഈ കിടക്കുന്നത് മനസ്സിലായി. അവൻ രക്ഷപ്പെട്ടു. വലതുവശത്തെ കള്ളനും മനസ്സിലായി. പക്ഷെ ഇടതുവശത്തെ കള്ളനും ഒന്നും പിടിയിട്ടില്ല. അവൻ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുക, പരിഹസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് രണ്ടും ആവശ്യമായിരുന്നു. നമുക്ക് ഇടതുവശത്തെ കുരിശും വേണം, വലതുവശത്തെ കുരിശും നടുക്കത്തെ കുരിശും വേണം. ബുക്ക് ചെയ്തോ? ഇടതുവശത്തെ കുരിശെ കിടക്കുന്നവർ മാത്രമേ പരിഹസിക്കുകയുള്ളൂ കുരിശിന്റെ ഇടയിൽ. എന്താ? വലതുവശത്തെ കുരിശിൽ കിടക്കുന്നവർ മാത്രമേ കർത്താവിനെ കണ്ട് രക്ഷപ്പെട്ടു അതീസായി പോകുള്ളൂ. ഈ മൂന്നനവും കുരിശും ആവശ്യമാണ്. ഇപ്പൊ ഏത് കുരിശാണ് ഇപ്പൊ കയ്യിലുള്ളത്? കർത്താവിന്റെ കുരിശാണോ, വലതുവശത്തെ കള്ളന്റെ കുരിശാണോ, ഇടതുവശത്തെ കള്ളൻ? ഇത് മൂന്നും ആവശ്യമാണ്. ഈ കുരിശുകൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കും. അത് മാറി പോസ്റ്റ് മാറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നാൾതോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ട് യേശുവിലാകുന്നുണ്ടോ എന്നാ വിഷയം. കർത്താവിന് ഒരു ദിവസം ഉണ്ടായതായ കുരിശിനെ വിവരിക്കുന്നതാണ് ഇന്നത്തെ വേദഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 5 മുതൽ 12 വരെയുള്ള ഭാഗത്ത് ലോകാരംഭം മുതൽ കുരിശ് വഹിച്ച കർത്താവ് 30 കൊല്ലം മറഞ്ഞിരുന്ന കുരിശ് അനുഭവിച്ചു. അതിനുശേഷം 3.5 കൊല്ലം പരസ്യശുശ്രൂഷ ചെയ്തപ്പോൾ താൻ ആയിരക്കണക്കിന് പേരുടെ അവിടെ നടക്കേണ്ടി വന്ന കുരിശ്, അവിടെ കാര്യമെല്ലാം കേൾക്കേണ്ടി വരുന്ന കുരിശ്, രാവിലെ തൊട്ട് വൈകുന്നവരെയും കൗൺസിലിംഗ് നടത്തേണ്ട സങ്കടം, രോഗികളെയും ദുഃഖിതരെയും ആശ്വസിപ്പിച്ച് താങ്ങേണ്ടി വരുന്ന കുരിശ്, അവരെല്ലാം ഏറ്റെടുക്കേണ്ടി വന്ന കുരിശ്, ഇതെല്ലാം കുരിശുകളാണ്. അതിന്റെ ഇടയിൽ തന്റെ കൂടെ ഉണ്ടായിരുന്നവരായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റൊരു കുരിശ്, മറവി രോഗമുള്ളവരെ കൂടെ പോകുന്ന ഭയങ്കര കുരിശാണ്. എന്താ? കർത്താവിന് മറവിയുള്ള ശിഷ്യന്മാരെയാണ് അപ്പച്ചൻ കൊടുത്തത്. എന്താ? എന്തെല്ലാം കുരിശുകളാണ്. ഒരിക്കലും യേശു ഗലീലാ തടാകത്തിന് അക്കരെ പോയപ്പോൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പം അത് ആ മറവി ഒരു ചർച്ചാ വിഷയമായി, അതൊരു വിവാദ വിഷയമായി, തർക്ക വിഷയമായി. ആ തർക്കവും വിവാദവും അഭിപ്രായ വ്യത്യാസം എന്നതൊരു വേദനയല്ലേ? അപ്പൊ കർത്താവ് ശിഷ്യന്മാരും തമ്മിൽ മനസ്സിലാകാത്ത ഇങ്ങനെ പൊരുത്തക്കേടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് കർത്താവ് ഇവരെ വഹിച്ച് സഹിച്ചുകൊണ്ട് പോയതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. പ്രായമാകും തോറും മറവി രോഗം കൂടും. എനിക്കിപ്പോൾ 71 വയസ്സായി. ഒത്തിരി മറവിയുണ്ട്. കുർബാന ചെല്ലുന്നിടയിൽ ചിലപ്പോൾ തെറ്റുവരും, ചിലപ്പോൾ മറന്നുപോകും. പല കാര്യങ്ങളും മറന്നുപോയിട്ട് എൻ്റെ കൂടെയുള്ളവർക്ക് ഒത്തിരി കുരിശുണ്ടാകുന്നുണ്ട്. എന്താ? പല കാര്യങ്ങളും മറന്നുപോകും. ഇന്ന് കുർബാനയിൽ ഓർക്കണം, ഇന്ന് ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് ചില കുറിപ്പടിയൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങ് മറന്നു. അവർക്ക് ഒരു ആശംസ കൊടുക്കാൻ ചിലപ്പോൾ
മറന്നുപോവുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രായം കൊണ്ട് പല കാരണങ്ങളാൽ മറവി നമ്മളെ പലർക്ക് വേദന ഉണ്ടാക്കാൻ, കൃത്യവിലോപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരെയും സഹിച്ച് അന്നത്തെ കുരിശ് ഒക്കെയുള്ളതെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അതിനുശേഷം കർത്താവിന് തന്നെ ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്ന് വിളിക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു വാക്ക് പ്രയോഗിക്കണം. നമ്മൾ അല്പവിശ്വാസി എന്ന് നിലവിളിക്കുന്ന ഡിക്ഷണറി ഇല്ലാത്ത വാക്കൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും, ഭാര്യയും ഭർത്താവിനെയും മക്കളെയൊക്കെ. അപ്പൊ അത് ആ മനസ്സിന്റെ ആ വിഷമം അങ്ങോട്ട് തീരാൻ വേണ്ടി അശ്ലീല വാക്കുകൾ പറഞ്ഞ്, അരുതാത്ത വാക്കുകൾ, പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് പഴക്കേണ്ടി വരും. അതെല്ലാം കുരിശിന്റെ ഭാഗമാണെന്നുള്ള ഓർപ്പിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിശ്വാസത്തോടെയാണ് യേശുവിനെ സ്വീകരിച്ചത്. വിശ്വാസത്തോടെ യേശുവിനോട് ഇരുന്നവരാണ്. വിശ്വാസത്തോടെ യേശുവിന്റെ ഏജന്റന്മാരായി ഈരണ്ടായി അത്ഭുതം പ്രവർത്തിച്ചവരാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർ അല്പവിശ്വാസി ആയിപ്പോയി. അപ്പൊ വിശ്വാസം വളരെ വേഗം പോകുന്ന സാധനമാണ്. അത് വിശ്വാസം അല്പവിശ്വാസമാകും, അന്ധവിശ്വാസമാകും, മൂഢവിശ്വാസമാകും, ഇങ്ങനെ പലതരം വിശ്വാസങ്ങളായി വികൃതമായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെയും കൊണ്ട് പോകുന്നത് ഭയങ്കര കുരിശ. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനും ഭാര്യയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ആ അവിശ്വാസത്തോടും സംശയത്തോടുള്ള വർത്തമാനങ്ങളും പ്രതികരണം എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കളയാനൊക്കെയോ അവരെ കൊണ്ടു നടക്കേണ്ടി വരും. അപ്പൊ കർത്താവിന്റെ കൂടെ ഉണ്ടാകുന്ന ശിഷ്യന്മാർ അല്പവിശ്വാസികളായി അവരെ അല്പവിശ്വാസി എന്ന് വിളിക്കേണ്ടി വന്നു. പത്രോസിനെ അല്പവിശ്വാസി എന്ന് വിളിച്ച് ശാസിച്ചുകൊണ്ടാണ് കടലിൽ നിന്ന് പിടിച്ചു പൊക്കിയത്. അപ്പം വിശ്വാസികൾ അല്പവിശ്വാസികളായി മാറുന്നതിന്റെ വേദന, സ്നേഹമുള്ളവരുടെ ഇടയിലെ അവിശ്വാസങ്ങളും വിശ്വാസക്കുറവുകളുമാണ് ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം. അത് സഹിച്ചുകൊണ്ട് നമ്മൾ അവിടെ നടക്കേണ്ടി വരുന്നത് വലിയ കുരിശാണെന്ന കാര്യം കർത്താവ് പഠിപ്പിച്ചിരിക്കണം. മനസ്സില്ലാതെ ചില കാര്യങ്ങൾ മനസ്സിലാകാത്തത്, നിങ്ങൾക്കിത് മനസ്സിലായില്ലേ എന്ന് കർത്താവ് ചോദിക്കേണ്ടി വരും. ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എന്താ മനസ്സിലാകാത്തത്? ചിലപ്പോൾ വേറെ വിളിച്ചെത്തിരിക്കും ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു കുരിശാന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളവരുടെ കൂടെ നടക്കേണ്ടി വരും, അങ്ങനെയുള്ളവരുടെ കിടക്കേണ്ടി വരും, അങ്ങനെയുള്ള ഇരിക്കേണ്ടി വരും, പോകേണ്ടി വരും, പ്രവർത്തിക്കേണ്ടി വരും. അതൊക്കെ കുരിശാണ്. യേശുവിന് ഇതൊക്കെ ഉണ്ടായപ്പോൾ നമുക്കൊന്നും ഉണ്ടാകുന്ന കുഴപ്പമുണ്ടോ? എന്റെ പ്രാണപ്രിയനായ യേശുവിന്, തലയായ യേശുവിനുണ്ടായെങ്കിൽ ഉടലിന് ശകലം ഇരിക്കട്ടെ. അതൊരു പദവിയാണ്, അത് വലിയൊരു ഭാരമല്ല, അതൊരു പ്രിവിലേജ് ആണെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങണമെങ്കിൽ യേശുവിന്റെ അവിടെ 1 മണിക്കൂറെങ്കിലും രാത്രി ഇരിക്കണം. പകൽ സമയത്തെ കുരിശുമായി കർത്താവ് അന്ന് വലിച്ചുകൊണ്ട് മലയിലോട്ട് പോവുക. ഓരോരുത്തർ ഓരോ മൂലയിൽ ഒതുങ്ങും. കർത്താവ് കുരിശും വഹിച്ചുകൊണ്ട് മലയിലോട്ടങ്ങ് പോകും. അവിടെ ഇരുന്ന് അപ്പച്ചനുമായിട്ട് ഇതെല്ലാം പങ്കിടും. അതിനാധാരമായൊരു വേദഭാഗമുണ്ട്. കർത്താവ് എങ്ങനെയാണ് ഇതെല്ലാം സഹിച്ചതെന്നുള്ളത്. 1 പത്രോസ് 2:23. എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? കാര്യം ന്യായമായി വിധിക്കുന്നവർ താൻ ഫലമേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ന്യായമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിധിക്കാൻ കഴിയുള്ളത് അപ്പച്ചൻ സ്വർഗത്തിലെ പിതാവ് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യവും ആ പിതാവിനോട് പറയുന്നൊരു സ്വഭാവം ഉണ്ടായാൽ മതി. നമുക്ക് ആശ്വാസം, പിതാവ് നമ്മളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ഈ കുരിശുണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് തന്നെ അടുത്ത് കുരിശെടുക്കാൻ പോകണ്ടേ? കുരിശ് ഫാക്ടറിയിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഷോറൂമിൽ വന്നുകൊണ്ടിരിക്കും, നമ്മൾ പോയി എടുത്തോണ്ടിരിക്കണം. 41 കൊല്ലമായിട്ട് ഞാൻ വലിപ്പറാസവത്തിൽ നല്ല കുരിശ് ഫാക്ടറി ഉണ്ട്. എവിടെ പോയാലും സന്ധ്യാവുമ്പോൾ കയറി ചെല്ലും. അവിടെ കാണും 10-15 എണ്ണം റെഡിയായിരിക്കും. എടുത്ത് തലേ വെച്ചാലേ കിടന്ന അത് വലിച്ചുകൊണ്ടാണ് വീട് കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ അത് വലിച്ചുകൊണ്ട് ഇറങ്ങുക, ഇവിടെ വരിക, പോവുക. എവിടെയെല്ലാം പോകണം, എവിടെയെല്ലാം യാത്രയുണ്ട്. അടുത്ത ഞായറാഴ്ച ഇവിടെ കുർബാനയില്ല, മുട്ടേപ്പള്ളിയിൽ പോകണം. എവിടെയാ? പരുമല അടുത്തുള്ള മാന്നാറില് അവിടെ കുർബാനയാ. അപ്പൊ അതിന് പോകണം. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരണം. അപ്പൊ ഈ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുർബാനയെല്ലാം പോകേണ്ടി വരിക. പലയിടത്ത് ധ്യാനം നടത്താൻ പോവുക. അടുത്ത വെള്ളിയാഴ്ച എവിടെയാ? അങ്ങ് ഒരു മലപ്രദേശത്ത്, ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇടുക്കിയിൽ വെള്ളിയാഴ്ച ധ്യാനം നടത്താൻ പോകണം. ഈ കിളവനായ വയസ്സൻ ഈ പരിപാടിക്കെല്ലാം പോകണം. രാവിലെ 3 മണി വരെ അവിടുത്തെ പരിപാടി. ഇതെല്ലാം കുരിശാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളെ സ്നേഹിക്കാനുള്ളതും ബഹുമാനിക്കാനുള്ളതും വിളിക്കാനുള്ളതും കുരിശാ. നമ്മളെ വെറുക്കുന്നവരും തള്ളുന്നതും അതും വേറൊരു കുരിശാ. ഇതെല്ലാം സഹിക്കണ്ടേ? സ്നേഹം കൂടിയാലും കുഴപ്പം, വെറുപ്പ് കൂടിയാലും കുഴപ്പം. ഇതിന്റെ മയത്ത് നിർത്താന്ന് പറഞ്ഞാൽ വേറൊരു കുഴപ്പം. ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ഉണ്ടായ കുരിശ് എന്നാണെന്നറിയാവോ? കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി മഗ്ദലമറിയം വഴിയിലുണ്ട്. ചാടി ഇപ്പൊ പിടിക്കുമെന്നറിയാം. കാരണം നമുക്ക് വേറെ ആരുമില്ല. ഭ്രാന്ത് പിടിച്ച കർത്താവിനെ തപ്പി നടക്കുക, കണ്ട് തിരിച്ചറിഞ്ഞ് ഞാൻ കാലയിൽ നിന്ന് വിടുക എന്നറിയാം. അത് വേറൊരു കുരിശാ. നീ മാറി നിൽക്കടി, ഞാൻ പപ്പച്ചീൻ്റെ അടുത്ത് പോയി വന്ന് പിടിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചിലരെ മാറ്റി നിർത്തേണ്ടി വരിക സ്നേഹക്കൂടുതൽ കൊണ്ട്. വെറുത്തു പോയവരെ അടുത്ത് നിന്ന് അടുക്കേണ്ടി വരിക. ഇതും കുരിശാന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അമിതമായ സ്നേഹവും അമിതമായ വെറുപ്പും നമുക്ക് ശല്യമാണ്. ഇതെല്ലാം നിരക്കി നിർത്താൻ വേണ്ടി നല്ലവണ്ണം ബന്ധപ്പെട്ടെങ്കിലേ ബാലൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം യേശുവിനുണ്ടായെങ്കിൽ അത് നമുക്കും ഉണ്ടാവണം.
അപ്പം നമ്മൾ ആർക്കെങ്കിലും ജീവിതം കൊടുത്തു പോയാൽ അവർ നമ്മുടെ പുറകെ മാറുകയില്ല. പുറകെ വിളിച്ചുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം നമ്മളെ കൊണ്ട് ജയിക്കാതെ നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ, ഒരമ്മയിൽ ഒരു കുഞ്ഞ് അള്ളിപ്പിടിച്ചങ്ങിരിക്കുക, അമ്മയ്ക്ക് അക്കൂസി പോകാനും ഒക്കുകയില്ല, കുളിക്കാനും ഒക്കുകയില്ല, കഴിക്കാനും ഒക്കുകയില്ല, കൊച്ചിനെ അള്ളിപ്പിടിച്ചിരിക്കുക. അതിനെടുക്കാൻ ആരെങ്കിലും വേണ്ട? ഞാൻ പറഞ്ഞതിൻ്റെ അമിതമായ മമതകളും അമിതമായ അറ്റാച്ച്മെന്റുകളും അമിതമായ ആശ്രയങ്ങളും സ്നേഹവും ഒരു കുരിശ് തന്നെയാണ്. അമിതമായ വെറുപ്പും അങ്ങനെ തന്നെയാണ്. ഇതിനെ ഇടയ്ക്ക് നിർത്തുക എന്ന് പറയുന്നത് ഒരു നൂൽവണ്ണത്തിലെ ന്യായമായ കാര്യം വരുള്ളൂ. അതുകൊണ്ടാണ് ഇടുക്കവും ഞെരുക്കവുമാണ് ഈ കുരിശെടുത്തുള്ള പോക്കെന്ന് പറയുന്നത്. ഇടത്തോട്ട് പോയാലും കുഴപ്പം, വലത്തോട്ട് പോയാലും കുഴപ്പം. അങ്ങനെ നമ്മുടെ പോക്ക് അത്രയ്ക്ക് ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വഴിയാണ് യേശു പോയത്. ആ വഴിയെ പോയിട്ടാണ് ഒരു കാര്യവും മുടക്കാതെ നിവൃത്തിയായി എന്ന് പറഞ്ഞ് അന്ത്യശ്വാസം വിട്ടത്. അപ്പൊ എല്ലാ ദിവസത്തെയും പ്രാണൻ വേല തികച്ച് യേശുവിന്റെ മാറിലെത്തിച്ചാൽ അന്ന് കിടന്നുറങ്ങാം. ആ മാറിൽ തന്നെ കിടന്നുറങ്ങാം. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിന് വേണ്ടി കളഞ്ഞിട്ട് അത് യേശുവിന്റെ മാറിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങിയാൽ കൃത്യസമയത്ത് അവൻ ഉണർത്തും. അവന്റെ കൂടെ മുഖം വെച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ ഭാരം വഹിച്ച് സന്തോഷമായി ജീവിക്കാം. രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും ഈ പ്രാണപ്രിയനോട് ഇരിക്കാൻ മറക്കരുത്. പ്രാണപ്രിയനോട് രാത്രി 1 മണിക്കൂർ എപ്പോഴെങ്കിലും, അത്താഴം കഴിഞ്ഞ ഉടനെയോ പാതിരാത്രിക്കോ നേരം വിളക്കാറാകുമ്പോഴോ എപ്പോഴെങ്കിലും കർത്താവ് പണി ഒപ്പിച്ചു തരും. പ്രാർത്ഥിച്ച് കിടന്നാൽ മതി. കർത്താവ് എനിക്ക് 1 മണിക്കൂർ നമുക്ക് ഒന്നിച്ചൊന്നിരിക്കണം, പറ്റിയ സമയം നീ എന്നെ ഉണർത്തിയേക്കണം. അങ്ങനെ ഒന്നിയിൽ കിടക്കാൻ നേരം, അല്ലെ പാതിരാത്രി, അല്ലെ വെളുപ്പിന് എഴുന്നേൽക്കുന്നതിന് എപ്പോഴെങ്കിലും 1 മണിക്കൂർ കർത്താവ് ഇണക്കി തരും. ആ ലാക്കിന് സ്വർഗത്തിലെ അപ്പച്ചന്റെ അടുത്ത് പോയി എല്ലാം ഭാര്യവും ഇറക്കി വെച്ച് കർത്താവുമായിട്ട് പങ്കിട്ട് കഴിയുമ്പോൾ കർത്താവ് ഇതിനെ എങ്ങനെ നേരിട്ടു നമ്മളെ പഠിപ്പിക്കും. സന്തോഷത്തോടെ, വലിയ പ്രതീക്ഷയോടെ, വലിയ പ്രത്യാശയോടെ പകൽ വരുന്ന അടുത്ത കുരിശുകൾ എടുക്കാൻ റെഡിയായി വരാമെങ്കിൽ നമുക്കൊരിക്കലും നിരാശയ്ക്ക് വക കഴിയില്ല. നമ്മുടെ ഓരോ ദിവസത്തെ പ്രാണൻ യേശുവിന്റെ മാറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് അവിടെ പോയി വിശ്രമിക്കുന്നുണ്ട്, ആനന്ദിക്കാൻ സാധിക്കും. പിറ്റേ ദിവസത്തെ നമ്മുടെ ജീവിതം ധന്യമായിരിക്കും, മൃദുവായ മുഖവും ലഘുവായ ചുമടുമായിരിക്കും. അങ്ങനെ നമ്മൾ വലിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. 45 കൊല്ലമായിട്ട് പ്രസംഗിക്കുന്ന കാര്യം 1 മണിക്കൂർ എങ്കിലും സ്വർഗത്തിൽ കർത്താവിനോട് ഇരിക്കുന്നതും പകൽ സമയത്ത് വരുന്നവരുടെ സങ്കടങ്ങൾ പങ്കിടുന്നതും അതിനിടയ്ക്ക് ഇടുന്ന പാഠങ്ങളാണ് നിങ്ങളോട് തരുന്നത്. അങ്ങനെ യേശുവിന്റെ മുഖമേറ്റാൽ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പോലെ വലിയ പ്രാക്ടിക്കൽ പാഠങ്ങളാണത്. അപ്പൊ യേശുവാകുന്ന ആ പ്രൊഫസറിന്റെ കൂടെ മുഖം വെച്ച് നടക്കാമെങ്കിൽ നിത്യ സംഭവങ്ങളിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അത് പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറഞ്ഞ് കൊള്ളാവുന്നവരും പ്രയോജനമുള്ളവരും നീതിയുടെ അനുഭവമുള്ളവരാക്കി തീർക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഏതിലൂടെയെങ്കിലും വന്നിരിക്കും. അതിന് പറ്റിയവരെ ദൈവം തരുള്ളൂ. അവിടെ ദൈവഹിതം എന്ന് പറയുന്നതാണ് നമ്മുടെ വിചാരം. ദൈവഹിതപ്രകാരം കല്യാണം നടന്നാൽ എല്ലാം സുഖമായിരിക്കും എന്ന് വിചാരിക്കേണ്ട. ദൈവഹിതപ്രകാരമുള്ള കല്യാണം, ദൈവഹിതപ്രകാരമുള്ള ജോലി, ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ സ്ഥാനമാനങ്ങൾ ഇവയെല്ലാം കുരിശും കൂടി ഉള്ളതായിരിക്കും. അതിന് ദൈവം പറ്റിയവരെ നമുക്ക് കൂട്ടി തരുള്ളൂ. അത് തിരിച്ചറിയാമെങ്കിൽ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിനെ പോലെ ആകാൻ സാധിക്കും. നമ്മുടെ തകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള 2ാം ഞായറാഴ്ച കർത്താവിന് സ്ലീവാ വന്ന വഴികൾ, കർത്താവ് അതിനെ കൈകാര്യം ചെയ്ത വിധങ്ങൾ, അതിനെ ഉയർപ്പിന്റെ അനുഭവമാക്കിയ വിധങ്ങൾ, അങ്ങനെ ആ കർത്താവിന്റെ രക്തം കൊണ്ട് കുതിർന്നതായ കുരിശ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായി രാജാവിന് അനുഭവപ്പെട്ടപ്പോൾ, രാജാവിന് അത് വിജയവും രക്ഷയും സങ്കടവും എല്ലാം മാറ്റി സന്തോഷത്തിന്റെ വഴി നടന്നപ്പോൾ, കുരിശില്ലാത്ത ഒരു രാജ്യം ഉണ്ടായപ്പോൾ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ജഡീകരും പ്രാകൃതരുമായി ദൈവനാമം ദുഷിപ്പിക്കുന്ന അവസ്ഥയിൽ സുഖലോലുപരായി കുരിശില്ലാതെ നാശത്തിലേക്ക് പോയി ജഡീകരും പ്രാകൃതരുമായി അധപതിച്ച കഥയുണ്ടപ്പോൾ സന്യാസ പ്രസ്ഥാനം ഉണ്ടായി. അങ്ങനെ വീടും നാടും സുഖവും എല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്കും ഗുഹകളിലേക്കും പാറയുടെ വിള്ളലിലേക്ക് അനേകർ മാറിയെന്ന് വീണ്ടും സഭയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട സന്യാസിമാര്, സന്യാസ സമൂഹങ്ങൾ, അതുപോലെ തന്നെ സഭ ഇങ്ങനെ ജഡീകരും പ്രാകൃതരുമായി മാറിക്കഴിഞ്ഞപ്പോൾ കുരിശിട്ടിട്ട് പോയിട്ട് ലോക മനുഷ്യരുടെ പുറകെ പോയി അല്പവിശ്വാസികളും പ്രാകൃതരും ജഡീകരുമായി അധപതിച്ചപ്പോൾ അവരെയൊക്കെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ സഭയെ നവീകരിക്കുന്നവരും പുനരുദ്ധരിക്കുന്നവരുമായ അനേക വിശ്വാസ വീരന്മാർ എഴുന്നേറ്റ് വന്ന് എല്ലാ നൂറ്റാണ്ടുകളിലും നവീകരണ പ്രസ്ഥാനങ്ങളുണ്ടായ കഥ ഞങ്ങൾ കേൾക്കുന്നു. ഇങ്ങനെ എല്ലാ തലമുറകളിലും എല്ലാ വീടുകളിലും ഇങ്ങനെ ഞങ്ങൾ കുരിശിന്റെ മാർഗവും കുരിശില്ലാത്ത മാർഗവും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെടാമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഈ കുരിശ് സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളും കുരിശ് വരുന്ന വഴികൾ, കുരിശ് എടുത്തുകൊണ്ട് പോകേണ്ട വഴി, കുരിശെടുത്ത് കിടം പ്രാപിക്കേണ്ട മനോഭാവം ആർജിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.